ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഇളനീർ പായസം തയ്യാറാക്കിയാലോ. ഇത് കരിക്ക് പായസം എന്നും പറയാറുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 കരിക്കിൻ്റെ പൾപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കപ്പ് കരിക്കിൻ വെള്ളവും എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇത് കൂടുതൽ ലൂസായിട്ട് പോകരുത്, കുറച്ച് തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കരിക്കിൻ വെള്ളവുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. കൂടുതൽ കരിക്കിൻ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആദ്യം കുറച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ചെറിയ തീയിലേക്ക് ഇത് മാറ്റണം. എന്നിട്ട് വേണം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മധുരം അല്പം കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു അല്പം കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. വീണ്ടും ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 200 ml കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി നമുക്കിതിലേക്ക് കരിക്കിൻ്റെ പൾപ്പ് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ തന്നെ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏലക്ക പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്തത്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായിട്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കരിക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണ്. ഏകദേശം 1/3 കപ്പുണ്ട് ഇത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കരിക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഒന്ന് നെയ്യിൽ വറുത്ത് ചേർക്കാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇളനീർ പുഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്നും എടുത്ത് മാറ്റാം. ഞാനിവിടെ നമ്മുടെ ഇളനീർ പായസം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂ നട്ട്സ് കൂടി ചേർക്കാം. ഞാനിതിലേക്ക് നെയ്യ് ചേർത്തിട്ടില്ല, കാഷ്യൂ നട്ട്സ് മാത്രമാണ് അതിലേക്ക് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള കരിക്ക് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.